ഇയാളുടെ ബർത്ത്ഡേ ഡേറ്റിന്റെ അന്ന് തന്നെയായിരുന്നു നമ്മളുടെ ട്രയൽ ഡേറ്റും. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഈ സാരി, അതിനുശേഷമാണ് നമ്മൾ ഈ സാരി ആളെ കാണുന്നത്. വന്നപ്പോഴത്തേന് ആ ഒരു സാരിയുടെ ഭംഗി എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് മേളിലായിരുന്നു. കുറെ ദിവസങ്ങളായിട്ട് ഇറക്കണമെന്ന് വിചാരിച്ചു വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഫൈനലി ആ ബ്രൈഡിന്റെ ഫോട്ടോസ് എല്ലാം കിട്ടി. അപ്പോൾ നമുക്ക് ചൂടോടെ അതങ്ങോട്ട് വിളമ്പേക്കാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ തായ്ലൻഡിൽ ഒരു ചെറിയ വെക്കേഷൻ വന്നിരിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം സമയം ഇവിടെ രാത്രി 12 മണി സമയമായി. പക്ഷെ എന്നാലും നാട് വരെ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ബ്രൈഡിനെ ആദ്യമായിട്ട് ഡീൽ ചെയ്തത് ഞാൻ തന്നെയാണ്. ഇപ്പം ഓൺഗോയിങ് ട്രെൻഡിലുള്ള ഈ ഒരു ഫ്ലോറൽ പ്രിന്റഡ് ഒരു സാരി ആയിരുന്നു ആളുടെ റെഫറൻസ് ആയിട്ട് കൊണ്ടുവന്നിരുന്നത്. പക്ഷേ അത് കുറെ നാളുകളായിട്ട് ഓടുന്നതുകൊണ്ട് അത് നല്ല സാരിയാണ്. പക്ഷെ എന്നാൽ ഇപ്പോഴും അത് കുറച്ച് കോമൺ ആയതുകൊണ്ട് എന്ത് ഡിഫറെന്റ് ആയിട്ട് ഈ ബ്രൈഡിന് കൊടുക്കാം എന്ന് ആലോചിച്ചപ്പോഴത്തേനാണ് പണ്ട് നമ്മൾ ഒരു 3 വർഷം മുന്നേ ചെയ്ത ഒരു ആപ്ലിക് വർക്ക്സ്, ഒരു ബ്രൈഡിന്റെ ആപ്ലിക് വർക്ക് സാരി, അതുപോലെ നമ്മളുടെ സബ്യാസാച്ചിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനിൽ ഉള്ള ലെഹങ്കകളും ഗൗണും ആപ്ലിക് വർക്ക്ഡ് ആയിട്ടുള്ള റോയൽ ലുക്കിലുള്ള ഒരുപാട് അവരുടെ ഏറ്റവും ഇപ്പം റീസെന്റ് ലോഞ്ച് ആയിട്ടുള്ളതിൽ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഈ ആപ്ലിക് വർക്ക്ഡ് ആയിട്ടുള്ള ലെഹങ്കകളൊക്കെ. അപ്പം അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് വൈ നോട്ട് ആൻ ആപ്ലിക് വർക്ക്ഡ് വെഡിങ് സാരി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നത്. ആദ്യം ആളൊരു ഡൗട്ടിൽ നിന്നെങ്കിലും ഫൈനലി അതിനെ സംബന്ധിച്ചു. നമ്മുടെ മിക്ക ബ്രൈഡ്സിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആശയം നമ്മൾ പറയുമ്പോൾ ഇത് ഫൈനൽ ലുക്കിലേക്ക് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു പേടി കാരണമാണ് മിക്ക ബ്രൈഡ്സും നേരത്തെ ഉള്ള ഒരു ലുക്കിലേക്ക് തന്നെ ഇത് തന്നെ മതി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കോമൺ ആൾക്കാരിൽ ഒരാളായി മാറ്റപ്പെടും. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ലുക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ റിസർച്ച് ചെയ്യുകയും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാകുകയും ആ റിസ്ക് നമ്മൾ എടുക്കുകയും ചെയ്യണം. അങ്ങനെ റിസ്ക് എടുത്ത ഒരു ബ്രൈഡാണ് ഈ ഒരു ബ്രൈഡ്. അതുകൊണ്ട് തന്നെ ഈ ബ്രൈഡിനോട് നമുക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നു. ഈ സാരിയുടെ പ്രത്യേകതകൾ: 1, സിൽക്കി ഓർഗൻസ സാരി. ഒരുപാട് ഫ്ലഫി ആയി നിൽക്കില്ല, ഒരുപാട് ഒട്ടി വരത്തുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് 1, ഇതിന്റെ ഫാബ്രിക് തന്നെയാണ്. സിൽക്കി ഓർഗൻസ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലഫി ആയിട്ട് നിൽക്കത്തുമില്ല, ഒരുപാട് ഒട്ടി വരത്തുമില്ല. പ്ലീറ്റ് എടുത്താൽ കറക്റ്റ് പെർഫെക്റ്റ് പ്ലീറ്റിൽ കിട്ടുന്ന വിധത്തിലാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ ടെക്സ്ചർ തന്നെ. 2, ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന ഹാൻഡ് വർക്ക്. ഈ ആപ്ലിക് വർക്കിനെ കുറച്ചും കൂടെ റിച്ച് ആക്കാൻ നമ്മൾ കട്ട് ബീഡും 2 ബീഡും ഉപയോഗിച്ച് ഈ ആപ്ലിക്കിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഇതിലെ മറ്റൊരു പ്രത്യേകത, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന 3D എംബ്ലിഷ്മെന്റ്സ് ആണ്. സാരിയിലായാലും ഗൗണിലായാലും ലെഹങ്കയിലാണെങ്കിലും ആപ്ലിക് വർക്ക് ഉപയോഗിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനത്തെ ഔട്ട്ഫിറ്റ് ആണ് ആപ്ലിക് വർക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ വെഡിങ്ങിന് ആവശ്യം? കമന്റ് മെൻഷൻ ചെയ്യും.